സാമൂഹിക പ്രവർത്തകരെ അപമാനിച്ച് ബി.ജെ.പി. മേധാ പട്കർ, പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ളവരെ ക്ഷണിച്ചു വരുത്തിയ ശേഷം പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബി.ജെ.പി. അംഗങ്ങൾ ബഹിഷ്കരിച്ചു. പഞ്ചായത്തി രാജ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ബഹിഷ്കരിച്ചത്. ബി.ജെ.പി. ആവശ്യത്തിന് പിന്നാലെ സ്പീക്കർ ഇടപെട്ട കമ്മിറ്റി പിരിച്ചുവിട്ടു. അതേസമയം സാമൂഹിക പ്രവർത്തകരെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് ശരിയല്ലെന്ന് കെ രാധാകൃഷ്ണൻ എം.പി. പ്രതികരിച്ചു. മേധാ പട്കർ അതുപോലെ പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെയാണ് ക്ഷണിച്ചിരുന്നത്. അവർ രാഷ്ട്രത്തിൻ്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ പങ്കെടുപ്പിച്ചുള്ള യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അപ്പോൾ കോറമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും ആ കമ്മിറ്റി പിരിച്ചുവിടാൻ പറയാൻ യാതൊരു തരത്തിലുള്ള അവകാശമില്ല. കാരണം എന്ന് വെച്ചാൽ 22 പേരിൽ 17 പേരും അതിൻ്റെ അറ്റൻഡൻസ് രജിസ്റ്റർ ഒപ്പിട്ടതാണ്. അപ്പോൾ അസാധാരണമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിലവിലുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പാർലമെൻ്ററി സംവിധാനങ്ങൾ എങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണെന്ന് കണ്ടത്. സ്വാതി സന്തോഷ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. സ്വാതി, കെ രാധാകൃഷ്ണൻ എം.പി. പറഞ്ഞു വെച്ചത് തന്നെയാണ് കാര്യം. ഏത് രീതിയിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായി മാറുന്നുണ്ട് ഇത്തരത്തിൽ സാമൂഹ്യ പ്രവർത്തകരെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധ അജണ്ട, ബി.ജെ.പി. സർക്കാരിൻ്റെ RSS അജണ്ട കുത്തിവെക്കാനുള്ള ഓരോ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഈ സംഭവം. തീർച്ചയായും വിനിഷ, അതിനെ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. പഞ്ചായത്തി രാജ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഇന്ന് വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. അതിൽ കേരളത്തിൽ നിന്നുമാണ് കെ രാധാകൃഷ്ണൻ എം.പി. പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 17ഓളം പേരാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗമായി ചേർന്നത്. അതുകൊണ്ട് തന്നെ ഈ ആദിവാസി പ്രശ്നങ്ങൾ, അവരുടെ ഭൂമി കൈവശം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളാണ് പ്രധാന അജണ്ടയായി ഇതിൽ വന്നത്. എന്നാൽ NGO അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകരെയും ഈ കമ്മിറ്റിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് മേധാ പട്കറും അതോടൊപ്പം സിനിമാ താരം പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ളവർ ഈ കമ്മിറ്റിയിലേക്ക് എത്തിയത്. എന്നാൽ ഇവർ പങ്കെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ യോഗം ബഹിഷ്കരിക്കുന്നു എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു ബി.ജെ.പി. അംഗങ്ങൾ. 5ഓളം വരുന്ന ബി.ജെ.പി. അംഗങ്ങളാണ് ഈ യോഗം ബഹിഷ്കരിക്കുന്നു എന്നുള്ളൊരു തീരുമാനം അറിയിച്ചത്. എന്നാൽ അതിനെ തുടർന്ന് തന്നെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളൊക്കെ തന്നെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തകരെ വിളിച്ചു വരുത്തിക്കൊണ്ട് അപമാനിക്കുന്ന നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് കെ രാധാകൃഷ്ണൻ എം.പി. ഉൾപ്പെടെയുള്ളവർ അറിയിക്കുകയും ചെയ്തു. അതേസമയം തന്നെ ഈ ബി.ജെ.പി. അംഗങ്ങൾ ഈ മീറ്റിംഗ് ബഹിഷ്കരിച്ചതിന് പിന്നാലെയാണ് സ്പീക്കർ അത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത്. സ്പീക്കർ നേരെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ യോഗം പിരിച്ചുവിടുകയാണ്. ഖോറം തികഞ്ഞിട്ടില്ല എന്നുള്ളൊരു വാദമാണ് സ്പീക്കറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നേരത്തെ കെ രാധാകൃഷ്ണൻ എം.പി. സൂചിപ്പിച്ച പോലെ തന്നെ അത്തരത്തിലൊരു യോഗം പിരിച്ചുവിടാൻ കഴിയില്ല, ഇതുവരെയും ചരിത്രത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കാരണം 22ഓളം അംഗങ്ങൾ പങ്കെടുക്കേണ്ട കമ്മിറ്റിയിൽ ഏകദേശം 17ഓളം അംഗങ്ങൾ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ ഖോറം തികഞ്ഞില്ല എന്ന വാദം നിലനിൽക്കുന്നില്ല. ഇത് ബി.ജെ.പിയുടെ അജണ്ടയാണ്. അവർക്കിഷ്ടമില്ലാത്തവരെ ഒന്നും യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി കഴിയില്ല. അവരുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടുകൾ പറയുന്നവരെ അല്ലെങ്കിൽ ബി.ജെ.പി. അജണ്ടയ്ക്ക് എതിരായി നിൽക്കുന്നവരെ ഒന്നും തന്നെയും ഒരു യോഗത്തിലും പങ്കെടുപ്പിക്കാനോ അവരുടെ അഭിപ്രായം തേടാനോ കഴിയില്ല എന്നുള്ള അവരുടെ അജണ്ടയുടെ ഭാഗമായാണ് ഇത്തരം നീക്കം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വിമർശനം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ ഉന്നയിച്ചത്. വിനിഷ.